ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. എല്ലാവർക്കും എസുക്കിൻ്റെ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ നമ്മളൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഹെന്ന റിലേറ്റഡ് അല്ല, പക്ഷെ ഒരു ബിസിനസ് വുമൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മെഹസൂക്കിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കണം, അതുപോലെ ബ്രൈഡൽ ഹെന്ന അപ്പോയിൻമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ആഴ്ചയും 100ഓളം ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഓർഡേഴ്സ് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കണം. മാത്രമല്ല എനിക്ക് 6 മാസം പ്രായമുള്ളൊരു മോനും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ഡെഡിക്കേഷനോട് കൂടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാനൊരു 9 മാസമായിട്ട് ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് എന്നെ വളരെ ഫോക്കസ്ഡും അതുപോലെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ ബുള്ളറ്റ് ജേർണലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐഡിയാസ്, തോട്ട്സ്, ഈവൻ നമ്മുടെ ലൈഫ് പോലും ഓർഗനൈസ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റം നമ്മൾ ഒരുപാട് സഹായിക്കും. അങ്ങനെ നമുക്ക് എത്രത്തോളം എഫിഷ്യൻ്റ് ആവാൻ പറ്റുമോ അത്രയും തന്നെ എഫിഷ്യൻ്റ് ആയിരിക്കാൻ നമ്മളെ ബുള്ളറ്റ് ജേർണൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മൈ വേ ഓഫ് ബുള്ളറ്റ് ജേർണലിംഗ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനൊരു ജേർണൽ വേണം, അല്ലെങ്കിൽ ഒരു സാധാ നോട്ട്ബുക്ക് ആയാലും മതി. ഇതിൻ്റെ 2020 ജേർണലാണ്. ആമസോൺ വഴിയാണ് വാങ്ങിയത്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ പേജസൊക്കെ വളരെ നല്ലതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ വർഷവും ഇതേ കമ്പനിയുടെ വേറൊരു ടൈപ്പ് ഓഫ് ജേർണലാണ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയത്. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാർക്കേഴ്സും അതുപോലെ വാഷി ടേപ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജേർണൽ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേർണലിംഗ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഈ ജേർണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നെയിം പ്ലേറ്റ് വെച്ചിട്ടാണ്. ചുമ്മാ ഫസ്റ്റ് പേജിൽ ഞാൻ എൻ്റെ പേര് എഴുതുന്നുണ്ട്. എല്ലാവരും എൻ്റെ പേര് മെഹസൂക്ക് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ മെഹസൂക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ പേരാണ്. എൻ്റെ പേര് ഐഷാസ് ബക്കർ എന്നാണ്. പേരിന് ചുറ്റും ഞാനൊരു ഫ്ലോറൽ ട്രീത്ത് വരയ്ക്കുന്നുണ്ട്. ഈ ജേർണൽ കൂടുതലും ഞാൻ ഫ്ലോറൽ തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഹെന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്ലോറൽസ് വെച്ച് വരയ്ക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങളുടെ കരിയറിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി അനുസരിച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ജേർണലാണ്, അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് പേജിൽ 2021 കവർ പേജാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വരയ്ക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ തിരക്കുകളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് 2021 മാത്രം എഴുതിയിട്ട് നമുക്ക് കവർ പേജ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിക് എബിലിറ്റീസും കൂടെ ഷോക്കേസ് ചെയ്യാനാണ് ബുള്ളറ്റ് ജേർണൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഓരോ ഡ്രോയിങ്സൊക്കെ വരച്ചു കൊടുക്കും. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ജേർണലിൽ ഞാൻ ഒരുപാട് വാട്ടർ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായി. കാരണം അന്ന് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അന്ന് മോൻ ജനിച്ചിട്ടില്ല, പിന്നെ അന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ തിരക്കുകൾക്കിടയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വളരെ മിനിമലായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാൻ ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കളേഴ്സ് വേണമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാൻ മാർക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം, പക്ഷേ കട്ടിയുള്ള പേജാണെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പേജ് മറിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ബ്ലീഡ് ത്രൂ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡ്രോയിങ് വരച്ചതിന് ശേഷം ഞാൻ 2021 ഇയർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എൻ്റെ പെന്ന് വെച്ചിട്ട് വരയ്ക്കാൻ ധൈര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാം, എന്നിട്ട് പിന്നെ പേന വെച്ചിട്ട് ഓവർ റൈറ്റ് ചെയ്യാം. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടും പിന്നെ അത്രയും പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും ഞാൻ നേരെ പേന വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇയർ എഴുതിയതിന് ശേഷം അതിനൊരു 3D ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഡബിൾ ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബോൾഡായിട്ട് നിൽക്കും. അപ്പോൾ ഈ 2 പേജസ് കുറച്ചും കൂടെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വാഷി ടേപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള പാറ്റേൺസൊക്കെയുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു അഡ്ഹസീവ് ടേപ്പാണ്. ക്രാഫ്റ്റ് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയത് ഓൺലൈനാണ്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡെക്കറേഷൻസൊക്കെ ശരിക്കും ഓപ്ഷണലാണ്. എനിക്ക് ജേർണലിങ്ങിനോടൊരു ഇഷ്ടം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഭംഗിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കവർ പേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു കീ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനൊരു ഫ്ലോറൽ മൂൺ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം യൂസ് ചെയ്യാം. സ്റ്റാറി സ്കൈസ്, ഓഷ്യൻ ബ്ലൂ, അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീമായിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ബുള്ളറ്റ് ജേർണലിംഗ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇൻസ്പിറേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ റെഫർ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ ഈ മൂണിൻ്റെ നടുവിൽ ദ കീ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കീ എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് ചെയ്ത് തീർക്കാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ ടാസ്ക് എന്ന് കാണിക്കാൻ ഞാനൊരു സ്ക്വയർ ബോക്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ടിക്ക് ഇട്ടാൽ അത് ടാസ്ക് കംപ്ലീറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ റൈറ്റിലേക്ക് ഒരു ആരോ ഇടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടാസ്ക് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി വെച്ചു എന്നാണ്. ബോക്സിനകത്ത് ഒരു ക്രോസ് ഇടുകയാണെങ്കിൽ ആ ടാസ്ക് നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നാണ് അർത്ഥം. ടാസ്ക് അല്ലാത്ത കാര്യങ്ങൾ നമുക്കിതിൽ നോട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഒരു ഡാഷ് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്യണം. അതുപോലെ സ്റ്റാർ ഇടുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാം.
ചെറിയൊരു സർക്കിളാണെങ്കിൽ അതൊരു ഇവൻ്റാണ്. അതുപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണെങ്കിൽ അതൊരാളുടെ ബർത്ത്ഡേ ആണെന്നാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ വേറെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു പുതിയ വർഷമായ കാരണം കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എഴുതാം. നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ന്യൂ ഇയർ അതിന് പറ്റിയ നല്ലൊരു ഒക്കേഷനാണ്. അപ്പോൾ നമ്മൾ ആ വർഷം ഏതെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ജേർണലിൽ എഴുതി വെക്കാം. എൻ്റെ റെസൊല്യൂഷൻസ് എന്താണെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ തൽക്കാലം അത് എഴുതാനുള്ള സ്ഥലം മാർക്ക് ചെയ്യാൻ ഞാനൊരു ഗ്രേ മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേജ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് ഒരു വൈൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനതൊന്ന് ബോൾഡാക്കാൻ വേണ്ടിയിട്ട് കളർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഡേറ്റ് ബുക്കാണ്. അപ്പോൾ ഒരു പേജ് 3 ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഓരോ മന്തും അങ്ങനെ എഴുതി പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇയറിലെ ഫസ്റ്റ് ഹാഫ്, അതായത് ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള മാസങ്ങൾ ഈ 2 പേജിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യും. അതുപോലെ അടുത്ത 2 പേജസിലാണ് നെക്സ്റ്റ് ഹാഫ് ഇയർ വരുന്നത്, അതായത് ജൂലൈ തൊട്ട് ഡിസംബർ വരെ. ഈ പേജിനെ ഇയർ അറ്റ് എ ഗ്ലാൻസ് എന്നാണ് സാധാരണ പറയാറ്. അതായത് നമ്മുടെ ആ വർഷം നടക്കാൻ പോകുന്ന മേജർ ഇവൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇനി നമ്മൾ ഓരോ ഡേറ്റ്സും ഇങ്ങനെ എഴുതി പോവാണ്. അപ്പോൾ 1 to 31 ആണ് ജനുവരി വരുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ എഴുതി പോകുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് റിപ്പീറ്റേറ്റീവ് ആണ്, എന്നാലും കുഴപ്പമില്ല. ജേർണലിൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഡേയ്സ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീക്കെൻഡ്സ് ആയ സാറ്റർഡേ സൺഡേ മാർക്ക് ചെയ്യാൻ ഒരു ഗ്രീൻ മാർക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സെക്ഷൻ നമുക്കൊരു കാലണ്ടർ പോലെ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സെക്ഷൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എൻ്റെ ബ്രൈഡൽ ഹെന്ന അപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരുടെയെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറീസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പഴയ ജേർണലിൽ നിന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ പുതിയ ജേർണലിലേക്ക് പകർത്തുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കിത് ഫോണിലൊക്കെ ചെയ്യാം. അതാകുമ്പോൾ റിമൈൻഡർ പോലും സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഇതുപോലെ ഓൾഡ് ഫാഷൻ വേയിൽ ചെയ്യുമ്പോൾ വേറൊരു രസമാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു വിഷൻ ബോർഡാണ്, അല്ലെങ്കിൽ എൻ്റെ ഗോൾസ് പേജാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു പ്ലാനോ അല്ലെങ്കിൽ ഡ്രീംസ് ഒക്കെ എഴുതാനുള്ളൊരു സ്പേസാണത്. ശരിക്കും ബുള്ളറ്റ് ജേർണലിങ്ങിനോട് എനിക്ക് ഇത്ര ഇൻട്രസ്റ്റും അതുപോലെ വിശ്വാസമൊക്കെ വരാൻ കാരണം എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഗോൾസ് പേജ് കണ്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ ഈ സെക്ഷൻ്റെ അവസാനം പറയാം. ഞാൻ എൻ്റെ ഗോൾസ് 4 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യാറ്. ഫസ്റ്റ് കരിയർ, അതായത് മെഹസൂക്ക്. രണ്ടാമത്തത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസ്. പിന്നെ ഹെൽത്തും ലൈഫ് സ്റ്റൈലും ആണ് വരുന്നത്. അപ്പോൾ മെഹസൂക്കിൻ്റെ സെക്ഷനിൽ ഈ വർഷം മെഹസൂക്കിനെ എവിടെ എത്തിക്കണം എന്നുള്ള എൻ്റെ ഗോൾസാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഗോൾ ഈ വർഷം മെഹസൂക്കിനെ UAE എക്സ്പാൻഡ് ചെയ്യണം എന്നാണ്. അതുപോലെ യൂട്യൂബിൽ 100K സബ്സ്ക്രൈബേഴ്സ് വരണം എന്നൊക്കെയാണ്. അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ കരിയർ അനുസരിച്ചിട്ട് ഓരോ ഗോൾ ഇതുപോലെ സെറ്റ് ചെയ്യാം. പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ എഴുതി വെക്കാം. ഇപ്പോൾ ഞാൻ എഴുതുന്നത് ഒരു 25 ബുക്സെങ്കിലും ഈ വർഷം വായിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിലും അതുപോലെ ലൈഫ് സ്റ്റൈലിലൊക്കെ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതുപോലെ ഓരോ ഗോൾസ് ആക്കിയിട്ട് എഴുതി വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗോൾസ് എല്ലാം ഇങ്ങനെ എഴുതി വെക്കുന്നതിലൊരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഗോൾസ് പേജാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 2020 ഗോൾസ് പേജ്. ഇതെല്ലാം ഞാൻ എഴുതിയത് 2020 ഫെബ്രുവരിയിലാണ്. 2020 അവസാനിക്കുമ്പോഴേക്കും എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ബൈ ഓഗസ്റ്റ് ഞാനിതിലെ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം, അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെയാണ് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2020 അവസാനിക്കുമ്പോഴേക്കും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 20K ഫോളോവേഴ്സായി, അതുപോലെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസായി. ഇതെല്ലാം ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതാണ് പവർ ഓഫ് റൈറ്റിംഗ്. നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടാം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനുള്ള എനർജി താനേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ മുന്നേയും കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടാവുന്നവരെ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊരു കോട്ട് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് വാഷി ടിപ്സ് വെച്ചിട്ട് ആ ഭാഗം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോൾസ് പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്രെയിൻ ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന സ്ഥലം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഗോൾസ് എല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്കിവിടെ എഴുതാം. ഞാൻ മെയിനായിട്ട് ഈ പേജ് യൂസ് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കും വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ഐഡിയാസൊക്കെ നോട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഐഡിയ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഹെന്ന ക്ലാസ്സസിൻ്റെ ഓർഡറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ, അതുപോലെ ഹെന്നയിൽ ട്രൈ ചെയ്യാനുള്ള സബ്ജക്ട്സൊക്കെ, അതൊക്കെ ഞാൻ ഇവിടെയാണ് എഴുതി വയ്ക്കാറ്. അപ്പോൾ നമ്മുടെ ഓരോ ഗോൾസും ഇതുപോലെ ഐഡിയാസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഞാനെൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെന്ന ക്ലാസ്സസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ ഐഡിയയും ഇവിടെ നിന്നാണ് വന്നത്.
അപ്പോൾ ബ്രെയിൻ ഡാമിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്നത് ബുക്സ് ടു റീഡാണ്. അപ്പോൾ ഈ വർഷം എനിക്ക് വായിച്ച് തീർക്കാനുള്ള ബുക്സിൻ്റെ ലിസ്റ്റൊക്കെ ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ബുക്ക് ഷെൽഫ് വരയ്ക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വാഷി ടേപ്പാണ് ബുക്ക് ഷെൽഫായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ ഈ ഷെൽഫിൻ്റെ ഓരോ റാക്കിലും കുറച്ച് ബുക്സും അതുപോലെ കുറച്ച് ഫ്ലവർ പോട്ടൊക്കെ വരയ്ക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നിങ്ങളധികം വായിക്കാത്ത കൂട്ടത്തിലാണെങ്കിലും ഈ സെക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ അതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സീരീസുകളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് തീം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഹോബീസും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വർഷം വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വായിക്കുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ടിക്കറ്റ് പോകുന്നത് ഒരു രസമായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഓരോ ബുക്കിൻ്റെ സൈഡിലും അത് വായിച്ച് തുടങ്ങിയ സമയവും വായിച്ച് കഴിഞ്ഞ സമയവും നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഒന്ന് ട്രാക്ക് ചെയ്യാനുള്ള സെക്ഷനാണ്. ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നത് കാണുന്നതും അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കാണുന്നതും. കാരണം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, എത്ര വേഗമാണ് നമ്മൾ വളർന്നത്, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ആ ഒരു ജേണി നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന ആ ഒരു വഴി നമുക്ക് ഈ ട്രാക്കർ മനസ്സിലാക്കി തരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ ട്രാക്കിംഗ് ഞാൻ ഇൻസ്റ്റാഗ്രാം തീം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ് ഞാൻ 20K ഫോളോവേഴ്സിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 25K ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് 30K. അപ്പോൾ ഞാനിങ്ങനെ മൈൽ സ്റ്റോൺസൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിലെ ഒരു സ്പേസിൽ അവിടെയാണ് ഞാൻ ഡേറ്റ് എഴുതാൻ പോകുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ബുക്ക് തുറന്നു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. കാരണം ഇതിൻ്റെ ഡേറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടൈമിൽ നമ്മൾ ഇത്ര ചെറുതായിരുന്നു, പിന്നെ ഇത്രയും സമയമാകുമ്പോഴേക്കും നമ്മൾ ഇത്രയും വളർന്നു. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ പോലെ തന്നെ ഞാൻ ഫോട്ടോസിലും ഒരു പിങ്ക് ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയിൽ വരച്ചിട്ടുള്ള ലീവ്സിനും മാർക്കർ വെച്ചിട്ടൊന്ന് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്റ്റീവായിട്ടുള്ള അടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ അതിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യാൻ ഞാനൊരു പേജ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ വർഷം യൂട്യൂബിലുണ്ടായ വളർച്ച എന്നെ തന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ഈ സമയം ഞാൻ യൂട്യൂബിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് തന്നെ ഇല്ല. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കല്യാണങ്ങളൊക്കെ മാറ്റിവെച്ച കാരണം ബ്രൈഡൽ ഹെന്ന അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ക്യാൻസലായി. അതുപോലെ ഹെന്ന പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഫ്രീ ടൈം കിട്ടിയ ഒരു സമയമായതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ അത്ര വേഗം വളരുന്ന ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു 8 മാസം കൊണ്ടുള്ള വളർച്ചേനെ ഒരുപാടധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നന്ദി ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 66K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 70K ആണ്. അപ്പോൾ അതുണ്ടാവുന്ന ഡേറ്റ് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കാമെന്ന് കരുതി. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഇൻകം എക്സ്പെൻസ് ട്രാക്കറാണ്. അപ്പോൾ ഒരു വർഷത്തെ നമ്മുടെ വരവ് ചിലവുകളൊക്കെ ട്രാക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ ഞാൻ 4 കോളാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ഏത് മന്താണ്, പിന്നെ ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, സേവിങ്സ് എത്രയാണെന്നുള്ളത്. നമുക്ക് ഓരോ മാസവും ഉണ്ടാകുന്ന വരവ് ചിലവുകളുടെ ഒരു ട്രാക്ക് നമുക്ക് ബുള്ളറ്റ് ജേർണൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ മാസത്തെ മൊത്തം ഡേറ്റ് നമുക്ക് പിന്നെ ഒറ്റ ലൈനായിട്ട് ഈ സെക്ഷനിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 പേജ് എടുത്തിട്ടാണ് ഈ വർഷത്തെ ഇൻകം എക്സ്പെൻസൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ മാസങ്ങളും എഴുതിയ ശേഷം നമുക്ക് മൊത്തം 2021 എത്ര ഇൻകം ഉണ്ടായി, എത്ര എക്സ്പെൻസ് വന്നു, എത്ര സേവ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ എളുപ്പത്തിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മൈ ഇയർ ഇൻ പോളറോയിഡ്സ് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ജേർണൽ ഈ പാർട്ട് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ മന്തിലുള്ളൊരു ഫേവറേറ്റ് മൊമെൻറ്റിൻ്റെ ഫോട്ടോ നമ്മളിവിടെ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കും. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ബുക്ക് തുറന്നു നോക്കുമ്പോൾ ആ ഒരു ഇയറിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷങ്ങളുണ്ടായ മൊമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ ഈ ഫോട്ടോസ് നമ്മളെ പെട്ടെന്ന് സഹായിക്കും. അപ്പോൾ ഓരോ മാസം അവസാനിക്കുമ്പോഴും ആ മാസം ഉണ്ടായ ഒരു ഫേവറേറ്റ് മൊമെൻറ്റിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഈ സ്പേസിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ജേർണലിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതൊരു ഫോട്ടോ ആൽബം പോലെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സ്പേസിൽ നമ്മുടെ ഇയറും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലോറൽസും കുറച്ച് വാഷി ടേപ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ജേർണലിൻ്റെ ഇയർലി പ്ലാൻ കഴിഞ്ഞു. അതായത് ഓരോ വർഷവും തുടങ്ങുന്ന സമയത്ത് ജേർണലിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മന്ത്ലി പ്ലാനാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും. അപ്പോൾ ഫസ്റ്റ് മന്തായ ജനുവരിയുടെ കവർ പേജ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ മാസത്തെ കലണ്ടറും കൂടെ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങളുടെ മന്ത്ലി കവർ പേജിൻ്റെ തീമും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെയും ഫ്ലോറൽസ് തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ കവർ പേജ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ വീക്ക്ലി ലേ ഔട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രൈഡേ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെ അടുത്ത പേജിൽ സൺഡേ വരുന്ന വരെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ വീക്ക്ലി സ്പ്രെഡ് എന്നാണ് പറയാറ്. അപ്പോൾ ഇത് വളരെ ഭംഗിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ലാത്ത കാരണം ഞാൻ വളരെ മിനിമലായിട്ടുള്ള ഒരു ലേ ഔട്ടാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ള ബ്ലാക്ക് സർക്കിൾസിൻ്റെ ഉള്ളിൽ ആ ഡേ വരുന്ന ഡേറ്റും കൂടി എഴുതുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജേർണലിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള കീ ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡേയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് മെഹസൂക്കിൻ്റെ പ്രൊഡക്ട്സ് മൺഡേ എന്തായാലും ഷിപ്പ് ചെയ്യണം. അപ്പോൾ മൺഡേ എനിക്ക് പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യണമെങ്കിൽ സൺഡേ ഞാൻ കോൺസ് റോൾ ചെയ്ത് സീൽ ചെയ്യണം. അപ്പോൾ സൺഡേ എനിക്ക് കോൺസ് റോൾ ചെയ്യണമെങ്കിൽ ഞാൻ സാറ്റർഡേ പേസ്റ്റ് മിക്സാക്കി വെക്കണം. അപ്പോൾ എനിക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു ടാസ്ക് ഞാനിങ്ങനെ ഓരോ സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ട് അത് ഓരോ ഡേയ്സിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ടാസ്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന് ചെയ്ത് തീർക്കാനുള്ളൊരു സമയം നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാനെൻ്റെ യൂട്യൂബ് വീഡിയോസും പ്ലാൻ ചെയ്യുന്നത്. അതായത് എനിക്ക് സൺഡേ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ഫ്രൈഡേ ഷൂട്ട് ചെയ്യണം, സാറ്റർഡേ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് അതിനൊരു ടൈം ലൈൻ പോകുന്നത്. ഇനി ഞാനിതെല്ലാം ബോക്സസ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതനുസരിച്ചിട്ട് ഇതിങ്ങനെ ടിക്കിട്ട് പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ പോലത്തെ ജേർണൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞു പോയ ടാസ്കൊക്കെ ഞാൻ ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൈഗ്രേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ ടാസ്കും കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡേയ്സും വീക്സും മന്ത്സും ഇയറൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഓരോ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ആ സെക്ഷനിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ ഒരു ഹാപ്പിനെസ് ലിസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിലെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ ഓരോ ആൾക്കാരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഈവൻ ദൈവത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പോലും ഞാൻ ഇവിടെയാണ് എഴുതി വെക്കാറ്. അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും നമുക്ക് ഹാപ്പിനെസ് ലിസ്റ്റിൽ എഴുതി വെക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു ബാഡ് ഡേ ഉണ്ടാകുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഇതാണ് എൻ്റെ 2021 ബുള്ളറ്റ് ജേർണൽ. നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ത്രൂ നോക്കാം. ഫസ്റ്റ് ഞാൻ നെയിം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ 2021 കവർ പേജ് ചെയ്തിട്ടുണ്ട്. അടുത്ത പേജിൽ നമ്മൾ ഈ ജേർണലിൽ ഫോളോ ചെയ്യാൻ പോകുന്ന കീ ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മുടെ റെസൊല്യൂഷൻസ് ഒക്കെ എഴുതി വെക്കാനുള്ളൊരു സ്പേസ് ആണ്. അടുത്തത് 2021 ഡേറ്റ് ബുക്കാണ്. അപ്പോൾ ബ്രൈഡൽ ഹെന്ന അപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ബർത്ത്ഡേസ് ആനിവേഴ്സറി ഒക്കെ മാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ്. അടുത്തത് നമ്മൾ ചെയ്തത് ഗോൾസാണ്. അപ്പോൾ നമ്മുടെ 2021 അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് ക്ലാരിറ്റി വരുത്തി. പിന്നെ നമ്മൾ ചെയ്തത് ബ്രെയിൻ ഡംപാണ്. നമുക്ക് ഉണ്ടാകുന്ന ഐഡിയാസ്, സ്ക്രിബിൾസ്, തോട്ട്സ് ഒക്കെ നമുക്ക് എഴുതി വെക്കാനുള്ളൊരു സ്ഥലം. അടുത്തതായിട്ട് ഞാൻ ഈ വർഷം വായിച്ച് തീർക്കേണ്ട ബുക്സിൻ്റെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉണ്ടാവുന്ന ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആ വർഷത്തെ ഇൻകം എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പ്രെഡാണ്. പിന്നെ നമ്മുടെ 2021 ഫേവറേറ്റ് മൊമെൻറ്റ്സ്, നമ്മൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന മൊമെൻറ്റ്സൊക്കെ പോളറോയിഡ്സ് ആയിട്ട് എടുത്ത് വെക്കാനുള്ള സ്പേസാണ്. എന്നിട്ട് നമ്മൾ ജനുവരി മന്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറൽ തീമും അതുപോലെ ഒരു കാലണ്ടറും കൂടെ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജനുവരിയിൽ ഫസ്റ്റ് വീക്ക്ലി ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വീക്ക്ലി സ്പ്രെഡ്സും ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ മന്ത് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസ് ലിസ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബുള്ളറ്റ് ജേർണൽ. ഞാൻ എൻ്റെ ഫോണിനെ എന്തോരം ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെ തന്നെ എൻ്റെ ഈ ജേർണലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോൾ ലൈഫ് ഇതുപോലെ കുറേ ബുക്സിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അപ്പോൾ ബുള്ളറ്റ് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വീഡിയോ കണ്ട ശേഷം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.